നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്ര വായനയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 27 വ്യാഴം. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ തസ്തികകളിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ മാനേജ്മെന്റുകൾക്കുണ്ടായിരുന്ന അധികാരം ഇനി പൂർണ്ണമായും സർക്കാരിന്. ഇതിനായി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാന ജില്ലാതല ഉദ്യോഗസ്ഥ സമിതികൾ രൂപീകരിച്ച് ഉത്തരവിറക്കി. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ പദ്ധതിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അനുവദിക്കുന്നതിൽ ഒടുവിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് വഴങ്ങി. കേന്ദ്രം നൽകുന്ന VGF ആയ 817.8 കോടി രൂപ തുറമുഖത്തിന്റെ വരുമാന വിഹിതം സഹിതം തിരിച്ചടയ്ക്കാനുള്ള നിർദ്ദേശം അംഗീകരിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖം വികസിപ്പിക്കുന്നതിന് 271 കോടി രൂപയുടെ പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. പുതിയ മത്സ്യബന്ധന തുറമുഖം വികസിപ്പിക്കുന്നതിനും നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖത്തിന്റെ പ്രവേശന കവാടത്തിൽ പുലിമുട്ട് നിർമ്മിക്കുന്നതിനുമാണ് പദ്ധതി. എക്സൈസ് വകുപ്പിൽ 65 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തിക സൃഷ്ടിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ആശാവർക്കർമാരോടുള്ള നീതി നിഷേധത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി നടത്തിയ ജനസഭ പ്രതിഷേധ സാഗരമായി. ആശമാരെ അവഗണിക്കുന്ന ദ്രോഹനയം തുടർന്നാൽ സർക്കാരിനെ ജനങ്ങൾ വിചാരണ ചെയ്യുന്ന സ്ഥിതി വരുമെന്ന് ജനസഭയിൽ പങ്കെടുത്തവർ മുന്നറിയിപ്പ് നൽകി. കേരള വാഴ്സിറ്റി ബജറ്റ് ഗവേഷണത്തിന് 3-5 വർഷ സ്ലാബുകൾ, 25,000 രൂപ വരെ പ്രതിമാസ ഫെലോഷിപ്പ്. സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെട്ടതാണെങ്കിലും അഭ്യസ്ത വിദ്യർ പുറത്തേക്കു പലായനം ചെയ്യുന്നത് ഗൗരവമായി കാണണമെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. സമരം തുടർന്ന് അംഗൻവാടി ജീവനക്കാർ. വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളാതിരിക്കുന്നത് ന്യായമല്ലെന്ന് ഹൈക്കോടതി. വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര തീരുമാനം എന്താണെന്ന് ഏപ്രിൽ 7-നകം സത്യവാങ്മൂലം നൽകണം. ആശ്രിത നിയമനം വ്യവസ്ഥകൾ പരിഷ്കരിച്ചു. കുടുംബ വരുമാനം 8 ലക്ഷത്തിൽ കൂടിയാൽ നിയമനം ഇല്ല. നിയമനത്തിന് യോഗ്യത 13 വയസ്സിന് മുകളിലുള്ളവർക്ക്. 6,000 കോടി രൂപയുടെ അഴിമതി കേസ്. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ CBI പരിശോധന. കാഴ്ചപ്പാട് പേജ് നോക്കാം. ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യ ചിന്തയും കഴിഞ്ഞതിനെക്കുറിച്ചുള്ള വ്യാകുലതയും വേണ്ട. ജീവിക്കാനുള്ളത് ഈ നിമിഷമാണ്. മാർക്സ് ഒറേലിയസ് എന്ന റോമൻ ചക്രവർത്തിയുടെ വാക്കുകളാണ് ഇന്നത്തെ ചിന്ത. കേന്ദ്രം തന്നാലും ഇല്ലെങ്കിലും കേരളം അതിജീവിക്കും. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീടും ഭൂമിയും നഷ്ടമായവർക്കായി സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന മാതൃകാ ടൗൺഷിപ്പിന്റെ നിർമ്മാണം ഇന്ന് ആരംഭിക്കുകയാണ്. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിൽ 402 കുടുംബങ്ങൾക്ക് 1000 ചതുരശ്ര അടിയിലാണ് വീടുകൾ ഒരുക്കുക. 7 സെന്റിലാണ് ഒരു വീട്. ഒരു ക്ലസ്റ്ററിൽ 20 വീടുകൾ. ആദ്യം ഒരു മാതൃകാ വീട് നിർമ്മിച്ച് ഗുണനിലവാരം മനസ്സിലാക്കാനും സന്ദർശനത്തിനും പൊതുജനങ്ങൾക്ക് അവസരം നൽകും. എത്ര വലിയ ദുരന്തത്തെയും അതിജീവിക്കാൻ ശേഷിയുള്ള നാടായി കേരളം മാറുന്നു എന്നതിന്റെ തെളിവാണിത്. പോസ്കോ കേസ് ഹൈക്കോടതി ഉത്തരവ് ഞെട്ടിക്കുന്നതെന്ന് സുപ്രീം കോടതി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കുന്നതും പൈജാമയുടെ ചരടഴിക്കുന്നതും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ പീഡനശ്രമമാകില്ലെന്ന അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതി ഉത്തരവ് ഞെട്ടിക്കുന്നതാണെന്നും കേട്ടുകേൾവിയില്ലായ്മയും മനുഷ്യത്വരഹിതവുമാണെന്ന് സുപ്രീം കോടതി വിമർശിച്ചു. സപ്ലൈകോയ്ക്ക് വേണ്ടി നടത്തിയ തേയില ലേലത്തിൽ തിരിമറി നടത്തി കോടികൾ വെട്ടിച്ച കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു. നിലവാരം കുറഞ്ഞ തേയില കൂടിയ വിലയ്ക്ക് വാങ്ങി വൻതുക കമ്മീഷൻ വാങ്ങിയ കേസിൽ 8.91 കോടി രൂപയുടെ നഷ്ടമാണ് സപ്ലൈകോയ്ക്കുണ്ടായതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമായ പാമ്പൻ പാലം രാമനവമി ദിനമായ ഏപ്രിൽ 6-ന് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. 2 വർഷത്തിനു ശേഷം തമിഴ്നാട്ടിൽ വീണ്ടും അണ്ണാ DMK BJP സഖ്യം രൂപപ്പെടുന്നു. ഇളങ്കുളം സഹകരണ ബാങ്ക് തട്ടിപ്പ്. മുഖ്യപ്രതിയായ ബാങ്ക് സെക്രട്ടറി 27 വർഷത്തിനു ശേഷം അറസ്റ്റിൽ. ബാങ്ക് നിക്ഷേപങ്ങൾക്കും ലോക്കറുകൾക്കും ഒരേ സമയം 4 നോമിനികളെ വരെ വയ്ക്കാൻ അവസരം നൽകാൻ ബാങ്കിംഗ് ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കി. രാഷ്ട്രപതി അനുമതി നൽകുന്നതോടെ ബിൽ നിയമമാകും. മെയ് 1 മുതൽ മറ്റു ബാങ്കുകളുടെ ATMകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇന്റർചേഞ്ച് ചാർജ് 2 രൂപ വർദ്ധിപ്പിക്കാൻ റിസർവ് ബാങ്കും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷനും അനുമതി നൽകി. ബാങ്കുകൾ തമ്മിൽ കൈമാറുന്ന തുകയാണിത്. ഓരോ മാസവും സ്വന്തം ബാങ്കിന്റെ ATMകളിൽ നിന്ന് 5 സൗജന്യ ഇടപാടുകൾ നടത്താം. സൗജന്യ ഇടപാടുകൾക്ക് ശേഷമാണ് നിരക്ക് ഈടാക്കുന്നത്. കായികം. IPL ക്രിക്കറ്റ്. രാജസ്ഥാനെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിക്കറ്റ് ജയം. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ ബ്രസീലിനെ തകർത്ത് അർജന്റീന.
ഇതോടെ ഇന്നത്തെ ദിനപത്ര വായന സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.